നമസ്കാരം. ഓ ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം 68-ാം സർഗത്തിലെ 1 തുടങ്ങി 10 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലി അർത്ഥം ചിന്തിച്ചിരുന്നു. ഇന്ന് 11 തുടങ്ങി 22 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം. 11 തുടങ്ങി 22 വരെ 68-ാം സർഗത്തിലെ. തതപ്രാസ്ഥാനികം കൃത്വാ കാര്യശേഷമനന്തരം വസിഷ്ഠേനാഭ്യനുജ്ഞാതാ ഭൂതാസന്തരിതം യയുഃ. ന്യന്ദേനാപരതാലസ്യ പ്രലംബസ്യോത്തരം പ്രതി നിഷേവമാണാസ്തേ ജഗ്മുർനദീം മധ്യേന മാലിനിം. തേ ഹസ്തിനപുരേ ഗംഗാം തീർത്വാ പ്രത്യഗ്മുഖായയുഃ പഞ്ചാലദേശമാസാദ്യ മധ്യേന കുരുജാങ്കലം. സരാംസി ച സുഫുല്ലാനി നദീച്ഛ വിമലോദകാഃ നിരീക്ഷ്യമാണാ ജഗ്മുസ്തേ ദൂതാ കാര്യവശാദ്രുതം. തേ പ്രസന്നോദകാം ദിവ്യാം നാനാവിഗഹസേവിതാം ഉപാധിജഗ്മുർവേഗേന ശരദണ്ഡാം ജലാകുലാം. നികൂലവൃക്ഷമാസാദ്യ ദിവ്യം സത്യോപയാചനം അഭിഗമ്യാഭിവാദ്യം തം കുലിംഗാം പ്രാവിശാൻ പുരിം. അഭികാളം തതഃപ്രാപ്യ തേജോ അഭിഭവനാച്യുതാഃ പിതുർപൈതാമഹിം പുണ്യാം തേരുരിക്ഷുമതിം നദീം. അവേക്ഷ്യാഞ്ജലിപ്പാനാം ച ബ്രാഹ്മണാൻ വേദപാരഗാൻ യുയുർമധ്യേന ബാഹ്ലീകാൻ സുദാമാനാം ച പർവ്വതം. വിഷ്ണോപദം പ്രേക്ഷ്യമാണ വിപാശാം ചാപി ശാൽമലിം നദീർവാപീ തടാകാനി പല്വലാനി സരാംസി ച. പശ്യന്തോ വിവിധാം ചാപി സിംഹാൻ വ്യാഘ്രാൻ മൃഗാൻ ദ്വിപാൻ യയുഃപഥാതി മഹതാ ശാസനം ഭർത്തുരീപ്സവഃ. തേ ശ്രാന്തവാഹനാദൂതാ വികൃഷ്ടേന സദാ പഥാ ഗിരിവ്രജം പുരവരം ശീഘ്രമാസേതുരഞ്ജസാ. ഭർതൃപ്രിയാർത്ഥം കുലരക്ഷണാർത്ഥം ഭർത്തുച്ഛ വംശസ്യ പരിഗ്രഹാർത്ഥം അഹേഡമാനാസ്തുരയാസ്മദൂതാഃ രാത്ര്യാം തു തേ തത്പുരമേവ യാതാഃ. 68-ാം സർഗത്തിലെ 11 തുടങ്ങി 22 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. ഇനി ഓരോ ശ്ലോകവും ചൊല്ലി അർത്ഥം പറയാൻ ശ്രമിക്കാം.
തതപ്രാസ്ഥാനികം കൃത്വാ കാര്യശേഷമനന്തരം വസിഷ്ഠേനാഭ്യനുജ്ഞാത ഭൂതാസന്തരിതം യയുഃ. വസിഷ്ഠമുനി ചില ദൂതന്മാരെ ഇപ്പോൾ കേകയത്തിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണല്ലോ, ഭരത ശത്രുഘ്നന്മാരെ കൂട്ടിക്കൊണ്ടുവരാൻ. അവരോട് പക്ഷേ അയോധ്യയിലെ വിശേഷങ്ങളൊന്നും പറയണ്ട, രാജാവ് മരിച്ചതൊന്നും അവരാരെയും അറിയിക്കണ്ട എന്ന് പറഞ്ഞാണ് ദൂതന്മാരെ അയച്ചിരിക്കുന്നത്. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം: യാത്രയ്ക്കു വേണ്ട മറ്റ് കൃത്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം വസിഷ്ഠ മഹർഷി യാത്രാനുവാദം നൽകിയ അവർ വേഗത്തിൽ യാത്രയായി. ശ്ലോകം 12. ന്യന്തേനാപരതാലസ്യ പ്രലംബസ്യോത്തരം പ്രതി നിഷേവമാണാസ്തേ ജഗ്മുർനദിം മധ്യേന മാലിനിം. 12ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: അവർ അപരതാലമെന്ന മലയുടെ അരികിലൂടെ പ്രലംബ പർവ്വതത്തിൻ്റെ വടക്കു ഭാഗത്തേക്ക് മാലിനി നദീതീരത്തുകൂടി യാത്ര ചെയ്തു. ശ്ലോകം 13. തേ ഹസ്തിനപുരേ ഗംഗാം തീർത്വാ പ്രത്യങ്മുഖായയുഃ പാഞ്ചാലദേശമാസാദ്യ മധ്യേന കുരുജാങ്കലം. ശ്ലോകം 13ൻ്റെ അർത്ഥം: പാഞ്ചാലദേശത്തെത്തിയ ശേഷം ഹസ്തിനപുരത്തിൽ വെച്ച് ഗംഗാനദി കടന്ന് കുരുലാങ്കലത്തിൻ്റെ നടുവിലൂടെ പടിഞ്ഞാറോട്ട് പോയി. ശ്ലോകം 14. സരാംസി ച സുഫുല്ലാനി നദീച്ഛ വിമലോദകാഃ നിരീക്ഷ്യമാണാ ജഗ്മുസ്തേ ദൂതാകാര്യവശാദ്രുതം. ശ്ലോകം 14ൻ്റെ അർത്ഥം: കാര്യഗൗരവമനുസരിച്ച് അതിവേഗത്തിൽ പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന സരസ്സുകളും തെളിനീർ പുഴകളും കണ്ടുകൊണ്ട് അവർ പാഞ്ഞു. ശ്ലോകം 15. തേ പ്രസന്നോദകാം ദിവ്യാം നാനാവിഗഹസേവിതം ഉപാധിജഗ്മുർവേഗേന ശരദണ്ഡാം ജലാകുലാം. തെളിഞ്ഞ വെള്ളത്തോടു കൂടിയതും നാനാ പക്ഷികളും ആളുകളും അവരൊക്കെ കുളിക്കാനും വെള്ളമെടുക്കാനും എത്തിയവരായിരിക്കും. നിറഞ്ഞ ശരദണ്ഡപ്പുഴയെയും അവർ കടന്നുപോയി. നാനാ പക്ഷികളും ആളുകളും നിറഞ്ഞ ശരദണ്ഡപ്പുഴയെയും ഈ ദൂതന്മാർ കടന്നുപോയി. ശ്ലോകം 16. നിഗൂലവൃക്ഷമാസദ്യ ദിവ്യം സത്യോപയാചനം ഗമ്യാഭിവാദ്യം തം കുലിംഗ്യാം പ്രാവിശൻ പുരിം. ശ്ലോകം 16ൻ്റെ അർത്ഥം: നദീതീരത്തുള്ള സത്യോപയാചനമെന്നു പേരുള്ള മരത്തെ സമീപിച്ച് അതിനെ അഭിവാദ്യം ചെയ്തതിന് ശേഷം കലിംഗപുരിയിൽ എത്തി. ശ്ലോകം 17. അഭികാളം തതപ്രാപ്യ തേജോഭിഭവനാച്യുതാഃ പിതൃപൈതാമഹിം പുണ്യാം തേരുരിക്ഷുമതിം നദിം. നദീതീരത്തുള്ള ശ്ലോകം 17ൻ്റെ അർത്ഥം: അഭികാളത്തിലേക്ക് പ്രവേശിച്ച് തേജോഭിഭവനമെന്ന സ്ഥലം ബോധിഭവനമെന്നും പറയും. പിന്നിട്ട് അവർ പിതൃപൈതാമഹന്മാർ ഉടമ കൊണ്ട ഇക്ഷുമതി നദി കടന്നു. ശ്ലോകം 18. അവേക്ഷ്യാഞ്ജലിപാനാം ച ബ്രാഹ്മണാൻ വേദപാരകാൻ യുയുർമധ്യേന ബാഹ്ലീകാൻ സുദാമാനം ച പർവ്വതം. ശ്ലോകം 18ൻ്റെ അർത്ഥം: കൈക്കുടന്നയിൽ വെള്ളം മുക്കി കുടിച്ചു ജീവിക്കുന്നവരും വേദപാരാംഗതരുമായ ബ്രാഹ്മണരെ സന്ദർശിച്ച് ബാഹ്ലീക മധ്യത്തിലൂടെ സുദാമാദ്രിയിൽ എത്തി. ശ്ലോകം 19. വിഷ്ണോപദം പ്രേക്ഷ്യമാണ വിപാശാം ചാപിശാൽമലിം നദീർവാപീ തടാകാനി പല്വലാനി സരാംസിജ. ശ്ലോകം 20 കൂടെ ചൊല്ലി അർത്ഥം പറയാം.
പശ്യന്തോ വിവിധാംശാപി സിംഹാൻ വ്യാഘ്രാൻ മൃഗാൻ ദ്വിപാൻ യയുപധാതിമഹത ശാസനം ഭർത്തുരീപ്സവഃ. 19-20 ശ്ലോകത്തിൻ്റെ അർത്ഥം. വിഷ്ണുപദത്തിലെത്തി വന്ദിച്ച് വിപാശാ നദിയും ശാൽമലി വൃക്ഷവും നദികളും വാപികളും തടാകങ്ങളും സരസ്സുകളും പല്വരങ്ങളും പലതരത്തിലുള്ള സിംഹങ്ങൾ, വ്യാഘ്രങ്ങൾ, മാനുകൾ, ആനകൾ എന്നിവയും കണ്ടുകൊണ്ട് സ്വാമി ശാസനം പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരായ അവർ യാത്ര ചെയ്തു. ശ്ലോകം 21. തേ ശ്രാന്തവാഹനാദൂത വികൃഷ്ടേന സദാ പഥ ഗിരിവ്രജം പുരവരം ശീഘ്രമാസേതുരഞ്ജസ. ശ്ലോകം 21-ൻ്റെ അർത്ഥം. ദീർഘദൂരം സഞ്ചരിച്ചു തളർന്ന വാഹനങ്ങളോടുകൂടിയ ആ ദൂതന്മാർ ഗിരിവ്രജമെന്ന ശ്രേഷ്ഠപുരത്തിൽ വേഗത്തിൽ എത്തിച്ചേർന്നു. ശ്ലോകം 22. 68-ാം സർഗത്തിലെ അവസാനത്തെ ശ്ലോകമാണ്. ഭർത്തുപ്രിയാർത്ഥം കുലരക്ഷണാർത്ഥം ഭർത്തുച്ഛവംശസ്യ പരിഗ്രഹാർത്ഥം അഹേളമാനാസ്ത്വരയാസ്മദൂതാഃ രാത്ര്യാം തുതേ തത്പുരമേവ യാതാഃ. ശ്ലോകം 22-ൻ്റെ അർത്ഥം. സ്വാമി പ്രിയം ചെയ്യുന്നതിന് വേണ്ടിയും സ്വാമി കുലരക്ഷണത്തിന് വേണ്ടിയും സ്വാമി വംശത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയും അങ്ങേയറ്റം ശ്രദ്ധയോടു കൂടിയവരായ ആ ദൂതന്മാർ ഒട്ടും അമാന്തം വരാതെ രാത്രിയിൽ തന്നെ പുരിയിൽ എത്തിച്ചേർന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.